ഡോക്ടർ പറഞ്ഞു കുറേ ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ടായിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായും അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതെ. ഇതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ധാരണ ശരിയാണോ എന്ന് മാത്രം അവർക്കൊരു ഡോക്ടറെ കാണുമ്പോൾ അവരെ മനസ്സിലുള്ളൂ. അത് വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പനിക്കുമ്പോഴത്തേക്ക് വേഗം പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ധാരണ കൂടി ഡോക്ടറോട് പറയുന്നത് നന്നായിരിക്കും തോന്നണം. അതായത് ഇന്ന് പനിച്ചു കഴിഞ്ഞാൽ നാളെ പോയി ടെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം CBC നോക്കിയാൽ മതി, അതല്ലെങ്കിൽ നമ്മുടെ ടൈഫോയിഡിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ശരിക്കും പനിച്ച ആദ്യത്തെ ദിവസം നമ്മൾ ടെസ്റ്റുകൾ ചെയ്താൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ വളരെ രസകരമായൊരു ചോദ്യമുണ്ട്. ചില പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡോക്ടർ, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഓക്കെ, ഞാനൊരു 200 രൂപ കൊടുത്താൽ എനിക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും, അതിലൂടെ എനിക്ക് സമാധാനം കിട്ടും. എനിക്ക് സമാധാനം കിട്ടാൻ ഒരു 200 രൂപ കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ പറയാം, അത് അവർക്ക് അസമാധാനം കൊടുക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് അവർ മനസ്സിലാക്കിയതിൽ വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ബയാസ് ഉള്ളത്. അവർ സ്ക്യൂഡാണ്, അവരുടെ ചിന്തകൾ കുറച്ച് ഇൻക്ലൈൻഡ് ആണ് ടുവേഡ്സ് ഇർറാഷണൽ പൊസിഷൻ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഈ സെറ്റ് ഓഫ് ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് അവിടെ ചെയ്യാണ്. ടെസ്റ്റുകളിൽ വേരിയബിലിറ്റി ഉണ്ടാവാം, വ്യത്യസ്തതകൾ ഉണ്ടാവാം. ആ വ്യത്യസ്തതകളൊന്നും അസുഖങ്ങളല്ല. എപ്പോഴും ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഒരു ഡോക്ടറും ഒരാളെയും ട്രീറ്റ് ചെയ്യുന്നില്ല. ക്ലിനിക്കൽ ഡയഗ്നോസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്, അവരുടെ ഡയഗ്നോസിസിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ സഹായകമാകുന്ന, അതിനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ടെസ്റ്റുകൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടെസ്റ്റുകളുണ്ട്. ഈ രോഗി കുറേ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കുറേ വേരിയബിൾ ആയിട്ടുള്ള, കുറേ നോർമാലിറ്റിയിൽ നിന്ന്, സമൂഹത്തിൻ്റെ നോർമലിൽ നിന്ന് മാറി നിൽക്കുന്ന കുറേ വാല്യൂസ് വരാണ്. ഇവിടെ ഡോക്ടർ വലിയൊരു ഡിലമയിൽ, വലിയൊരു ഒരു പ്രശ്നത്തിലേക്ക് വന്ന് പെടുകയാണ്. കാരണം ഇവിടെ ഒരു റിപ്പോർട്ട് വരുന്നു, ആ റിപ്പോർട്ടിൽ കുറച്ച് നോർമൽ അല്ലാത്ത വാല്യൂ വരുന്നു. എന്നാൽ ഈ വാല്യൂ അടിസ്ഥാനപരമായിട്ട് രോഗിയുടെ ഇപ്പോഴത്തെ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല. എന്നാൽ ഈ രോഗിക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കുകയും വേണം. അവിടെ ഡോക്ടേഴ്സ് രണ്ട് വിധമാവും. ഒരു വിഭാഗം ഡോക്ടേഴ്സ് സംയമനത്തോടെ ഈ രോഗിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മിനിമം ഒരു 15 മിനിറ്റ് വേണം. രണ്ടാമത്തെ വിഭാഗം 15 മിനിറ്റ് ഇല്ലാത്തത് കൊണ്ടും ഇന്നത്തെ സമൂഹത്തിൽ ഡോക്ടേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് രോഗികളിൽ നിന്ന് വരുന്ന കയ്യേറ്റം. എല്ലാവരും അല്ല, എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡിഫെൻസീവ് മെഡിസിൻ, ഡോക്ടറുടെ തടി രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അവസ്ഥ. അത്തരം കേസുകളിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അതിന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഫർദർ വർക്കപ്പിലേക്ക് പോവാണ്. ഇത് സത്യത്തിൽ സമാധാനമാണോ കൊടുക്കുന്നത്, അസമാധാനമാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഒരു കാരണവശാലും ഒരു മെഡിക്കൽ വൈദ്യശാസ്ത്രത്തോട് അല്പമെങ്കിലും കടപ്പാടുള്ള, അല്പമെങ്കിലും സ്നേഹമുള്ളൊരു രോഗി അവരുടെ ജീവിതം തുടച്ചു നീക്കേണ്ട ഒരു സംഗതി, ദയവ് ചെയ്ത് ഡോക്ടേഴ്സിനെ ബൈപ്പാസ് ചെയ്യാതിരിക്കുക, ഔട്ട് റൺ ചെയ്യാതിരിക്കുക, ഔട്ട്സ്മാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഔട്ട്സ്മാർട്ട് ചെയ്യുമ്പോൾ, ഡോക്ടറേക്കാൾ വലിയ ഡോക്ടർ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഈഗോ വിഷയമല്ല. ഡോക്ടറെ സംബന്ധിച്ച് അയ്യോ എൻ്റെ ജോലിനെ ബാധിക്കും എന്നുള്ളതല്ല, അനാവശ്യമായ ടെസ്റ്റുകളിലേക്ക് പോവാണ്, വഴിമാറിപ്പോവാണ്. കാസർഗോഡ് കയറേണ്ട ആൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയേക്കാണ്, വലിയ പ്രശ്നത്തിലെത്തേക്കാണ്. അതെങ്ങനെയാണ് അവർക്ക് സമാധാനം തരിക? സമാധാനം തരുന്നുള്ളത് അവരുടെ കൊച്ചു ബുദ്ധിയിലെ, അവരുടെ ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. അപ്പോൾ ഡോക്ടറെ കാണുക, ഡോക്ടർ പറഞ്ഞാൽ മാത്രം ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് വേണ്ടേ എന്ന് ഡോക്ടറോട് ചോദിക്കാതിരിക്കുക. ഡോക്ടേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡാണ്, കൃത്യമായ പരിശീലനം കിട്ടിയാണ് വന്നിട്ടുള്ളത്. ഡോക്ടേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ, ഡോക്ടേഴ്സിന് അവരുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരു കൺഫർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യും.